വെൽക്കം ടു വിൻഎക്സൽ ടെക്നോളജി. നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ടാണ്. ഇത് സിംപ്ലി നമ്മൾ ആർഡിനോ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർഡിനോയോ ഇതിൽ മെയിൻ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഈ ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് യൂസിങ് അൾട്രാസോണിക് സെൻസറാണ്. അപ്പോൾ ഈ അൾട്രാസോണിക് സെൻസർ ഡിറ്റക്ട് ചെയ്യും. അതിനനുസരിച്ച് എന്താണ് ഇപ്പം ഈ ഒരു റോബോട്ട് കാർ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുകയാണ്. മൂവ് ചെയ്യുമ്പോഴായിരിക്കും ഒരു ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒബ്സ്റ്റക്കിളിനെ കണ്ടു കഴിയുമ്പോൾ ഇവർ അടുത്ത ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഫോർവേഡ് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലോട്ടാണോ അത് വേണ്ടത്, എങ്ങും ഒരു ഒബ്സ്റ്റക്കിളിനെയും തട്ടിയിടാതെ നമ്മൾ വണ്ടി മൂവ് ചെയ്യത്തില്ലേ, അതുപോലെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ആർഡിനോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അൾട്രാസോണിക് സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സെർവോ മോട്ടർ ഉണ്ട്. എന്ന് വെച്ചാൽ ഡയറക്ഷൻ തിരിക്കണമല്ലോ. എന്ന് വെച്ചാൽ ഈ ഒരു അൾട്രാസോണിക് സെൻസർ ലെഫ്റ്റ് റൈറ്റ് ഒരു 180 ഡിഗ്രി ഇത് മൂവ് ചെയ്യണമല്ലോ. അപ്പോൾ 180 ഡിഗ്രി അത് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ സെർവോ മോട്ടർ വെച്ചിരിക്കുന്നത്. ഈ സെർവോ മോട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർഡിനോയിലോട്ടാണ് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആർഡിനോയിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു മോട്ടോർ ഷീൽഡും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് L293D എന്ന് പറയുന്ന മോട്ടോർ ഷീൽഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മോട്ടോർ ഷീൽഡ് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് പ്ലേസ് ചെയ്യാം. ആർഡിനോയുടെ മേളിലോട്ട് നമുക്കിത് ഡയറക്റ്റ് പ്ലേസ് ചെയ്യാം. ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോട്ടോർ ഷീൽഡിൽ തന്നെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം സെർവോ മോട്ടർ കണക്ട് ചെയ്യാനുള്ള കണക്ഷൻ ഉണ്ട്. ഇതാണ് സെർവോ മോട്ടർ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു മോട്ടോർ ഷീൽഡ് എന്ന് പറയുമ്പോൾ അതിന് 4 DC മോട്ടറിനെ കണക്ട് ചെയ്യാൻ പറ്റും. 2 സെർവോ മോട്ടറും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ അൾട്രാസോണിക് സെൻസർ ഞാൻ ഇതിൻ്റെ അനലോഗ് പിന്നിലോട്ടും പിന്നെ നമുക്ക് 5 വോൾട്ടും ഗ്രൗണ്ടും ഉണ്ടല്ലോ, അത് ആ കണക്ഷനും ഈ ഒരു മോട്ടോർ ഷീൽഡിൽ തന്നെ ഞാൻ കൊടുത്തേക്കുവാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് എക്കോയും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു അൾട്രാസോണിക് സെൻസർ എന്ന് പറയുമ്പോൾ അതിനൊരു എക്കോ പിന്നുണ്ട്, അതുപോലെ തന്നെ ട്രിഗർ പിന്നുണ്ട്. അപ്പോൾ ഈ 2 പിന്നും നമുക്ക് എന്ത് ചെയ്യാം, അനലോഗ് ഈ ഒരു മോട്ടോർ ഷീൽഡിൻ്റെ അനലോഗ് പിൻസിലോട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഇതിൽ ഈ പവർ സപ്ലൈ കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഈ ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മോട്ടോർ ഷീൽഡിലോട്ട് പവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് സെപ്പറേറ്റ്ലി വേണമെങ്കിൽ ആർഡിനോയും ഈ മോട്ടോർ ഷീൽഡും പവർ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഈ മോട്ടോർ ഷീൽഡ് വഴി ആർഡിനോ പവർ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ജമ്പർ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആണ് പവർ ചെയ്യുന്നതെങ്കിൽ ഈ ജമ്പർ എടുത്ത് മാറ്റേണ്ടതാണ്. ഈ ഒരു ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ടിന്റെ കോഡ് നമ്മൾ എഴുതുവാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ലോജിക്ക് എന്ന് പറയുന്നത്, ആദ്യമേ റോബോട്ട് എന്ത് ചെയ്യാണ്, സെൻസ് ചെയ്യാണ് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടോ, സെൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതൊരു എന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത് ഡിറ്റക്ട് ചെയ്തെങ്കിൽ അതിന് തിങ്ക് ചെയ്യാനൊരു പ്രോസസ്സ് വേണമല്ലോ. അപ്പൊ തിങ്കിങ് എന്നുള്ളൊരു സംഭവം നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോബോട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യണം. മൂവ് ചെയ്തപ്പോൾ അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ കണ്ടു. അപ്പോൾ അവർ ജസ്റ്റ് ഫ്രണ്ടിൽ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരൊരു തീരുമാനം എടുക്കത്തില്ലേ, ആ തീരുമാനം എടുക്കാനുള്ള ഒരു കോഡ് അങ്ങനെ വേണം നമ്മളത് പ്രോഗ്രാം ചെയ്യാനായിട്ട്. എന്നിട്ട് ഡിസിഷൻ അവരെടുത്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അവരുടെ പ്രോസസ്സ്. അപ്പൊ ഇവിടെ കോഡ് നോക്കിക്കഴിഞ്ഞാല് നമ്മളിവിടെ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അൾട്രാസോണിക് സെൻസർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പിന്നെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തു. അതായത് എക്കോ പിന്നും ട്രിഗർ പിന്നും നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ സെർവോ മോട്ടർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ സെർവോ മോട്ടർ സെന്റർ 90 ആണെന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ മോട്ടോർ സ്പീഡ്, അതായത് 180 എന്നുള്ള മോട്ടോർ സ്പീഡ് നമ്മൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, മോട്ടോർ സ്പീഡ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തു. അതായത് ഈ ഹാഷ് ഡിഫൈൻ നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇപ്പൊ 180 A0 A190 ഇങ്ങനെ നമുക്ക് കോഡിൽ കാണുമ്പോൾ പെട്ടെന്ന് പാടല്ല, നമുക്ക് എന്താണെന്നത് മനസ്സിലാകാൻ വേണ്ടി ഈ 180 എന്നുള്ളത് മോട്ടോർ സ്പീഡാന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ ഈ കോഡില് എവിടെ നമ്മൾ ആ 180 യൂസ് ചെയ്യണം, അവിടെ നമ്മൾ എന്തെന്ന് കൊടുക്കത്തുള്ളൂ, മോട്ടോർ സ്പീഡ് എന്നേ കൊടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇത് ഹാഷ് ഡിഫൈൻ ചെയ്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ലൈബ്രറിയാണ്. ഈ ഫസ്റ്റ് ലൈബ്രറി എന്ന് പറയുന്നത് മോട്ടോർ ഷീൽഡിന്റെ ലൈബ്രറിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് നമ്മുടെ സെർവോ മോട്ടറിന്റെ. അപ്പൊ ഇത് രണ്ടുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനിയിപ്പോ ആദ്യമേ വോയിഡ് സെറ്റപ്പ്. ഈ വോയിഡ് സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് റെഡി ആകാൻ നമ്മളെല്ലാം സെറ്റ് ചെയ്യത്തില്ല, അതുപോലെ തന്നെ ഈ റോബോട്ട് ഇപ്പോ നമ്മൾ ഓൺ ആക്കി,
ഓടുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് അവര് ഫുള്ളി ഫങ്ഷണൽ ആണ് എന്ന് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഫുള്ള് നമ്മൾ വോയിഡ് സെറ്റപ്പിൽ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് അതിന്റെ സെൻസറിന്റെ ഭാഗമെല്ലാം ഓക്കെ ആണ്, അത് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒന്ന് ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ടി വി ഓൺ ആക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കത്തില്ല, ജസ്റ്റ് ടി വി ഓൺ ആക്കുമ്പോൾ ഉള്ള രീതിയിൽ. അതുപോലെ തന്നെ ഈ ഒരു റോബോട്ട് നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം, ഇതിന്റെ അൾട്രാസോണിക് സെൻസർ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റും റൈറ്റും മാറി മാറി 4 വട്ടം റൊട്ടേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് അത് ഓൺ ആയത് നമ്മളെ കാണിക്കാനായിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വോയിഡ് സെറ്റപ്പിൽ കോഡ് എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മള് ഇപ്പൊ ഒരു എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് സെൻസ് ചെയ്യുന്നത് ഇതാണ്. അപ്പം സെൻസ് ചെയ്യാന്ന് പറയുമ്പോൾ അൾട്രാസോണിക് സെൻസറിന്റെ ആണല്ലോ. അപ്പൊ ആ അൾട്രാസോണിക് സെൻസറിൽ നിന്ന് വരുന്ന വാല്യൂ നമ്മൾ വാങ്ങാനായിട്ട് ഒരു വേരിയബിൾ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പം ഇവിടെ കണ്ടോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനെക്കാട്ടിലും കുറവാണ്, അതായത് നമ്മുടെ കാറും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഒബ്ജക്റ്റും തമ്മിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റോപ്പ് ചെയ്യണോ എന്താണെന്നുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് എന്നുള്ള കണ്ടീഷൻ വരാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് 12-നേക്കാളും കുറവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ വണ്ടി രണ്ടും കൂടി, അതായത് നമ്മുടെ റോബോട്ട് കാറും എന്താണ് ഇതുപോലെ നമ്മുടെ എന്താണ് ഫ്രണ്ടിലുള്ള ഒബ്സ്റ്റക്കിളും കൂടി ഇടിക്കത്തില്ല. ഇപ്പൊ നമ്മൾ വണ്ടി കൺസിഡർ ചെയ്താലും അങ്ങനല്ലേ, വണ്ടി നമ്മൾ ഓടിക്കുമ്പോഴാണെങ്കിലും ഫ്രണ്ടിലത്തെ ഒബ്ജക്റ്റിന് നമ്മൾ കാണുമ്പോൾ അതിനനുസരിച്ചല്ലേ നമ്മുടെ വണ്ടി തിരിച്ചു വരുന്നത്. അതേ ഫംഗ്ഷനിങ് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അതാണ് കോഡിൽ പറയുന്നത്. പിന്നെ ഇപ്പൊ ഇത് കണ്ടോ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. അതായത് റൈറ്റിലെ ഡിസ്റ്റൻസും ലെഫ്റ്റിലെ ഡിസ്റ്റൻസും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റിലെ ഡിസ്റ്റൻസ് ആണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യുക, കോഡിൽ പറഞ്ഞേക്കുന്നത് ലെഫ്റ്റ് ഡിസ്റ്റൻസ് ലെസ് ദാൻ റൈറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ടേൺ ലെഫ്റ്റ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ റൈറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ടേൺ റൈറ്റ്. ഇതാണ് രണ്ട് കണ്ടീഷൻ നമ്മൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോബോട്ട് എപ്പോഴും ഈ അൾട്രാസോണിക് സെൻസർ വെച്ചിട്ട് ചെക്ക് ചെയ്യാണ് ഏതിന്റെ ഡിസ്റ്റൻസ് ആണ് കുറവ്, അല്ലെങ്കിൽ ഏതിന്റെ ഡിസ്റ്റൻസ് വെച്ച് റൈറ്റും ലെഫ്റ്റും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത് രണ്ടും ഈക്വൽ ആണെങ്കിലും റൈറ്റിലോട്ട് തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ മോട്ടറിന്റെ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക. മോട്ടർ ഇപ്പം ലെഫ്റ്റിലോട്ട് കറങ്ങണം, അല്ലെങ്കിൽ അതായത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും കറങ്ങത്തില്ല, അത് നമ്മൾ കോഡിൽ തന്നെ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഫോർവേഡ് എന്ന് പറയുന്ന കണ്ടീഷനിൽ 4 മോട്ടറും ഫോർവേഡ് ആണെങ്കിലേ മുമ്പോട്ട് കറങ്ങത്തുള്ളൂ. അതുപോലെ 4 വീലും ബാക്ക്വേർഡ് ആണെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് വരത്തുള്ളൂ. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മോട്ടർ 1ഉം മോട്ടർ 2ഉം ബാക്ക്വേർഡ് ആയിരിക്കണം. ബാക്കി 2 മോട്ടോഴ്സ് ഫോർവേഡും ആണെങ്കിൽ ലെഫ്റ്റ് കറങ്ങത്തുള്ളൂ. അതുപോലെ തന്നെ റൈറ്റ് കറങ്ങണമെങ്കിൽ മോട്ടർ 1ഉം മോട്ടർ 2ഉം ഫോർവേഡും മോട്ടർ 3 ആൻഡ് മോട്ടർ 4 ബാക്ക്വേർഡും ആണെങ്കിലാണ് റൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ലെഫ്റ്റ് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ വീല് ബാക്ക്വേർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ റൈറ്റ് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ ബാക്ക്വേർഡും ലെഫ്റ്റ് സൈഡിലെ വീൽസ് ഫോർവേഡും ആയാലേ ആ രീതിയിലുള്ള മൂവ്മെന്റ് നടക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ കോഡിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ കോഡിൽ നമ്മൾ പറഞ്ഞു ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ഇപ്പം എക്കോ പിൻ. ഇത് കണ്ടോ, ഇപ്പം ഇവിടെ നമ്മൾ ഇപ്പൊ അൾട്രാസോണിക്കിന്റെ വർക്കിംഗ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതായത് ഇപ്പം അതിൽ നിന്നൊരു വേവ്സ് പോകും, അൾട്രാസൗണ്ട്സ് പോകും. ആ വേവ്സ് പോകുന്ന ഡിസ്റ്റൻസ്, അതായത് അതായത് ആ വേവ്സ് പോയി ഒരു ഒബ്സ്റ്റക്കിളിനെ തട്ടി തിരിച്ചു വരാൻ എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം വെച്ചിട്ടാണല്ലോ അത് എത്രയും ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. അതേ വർക്കിംഗ് ആണ് നമ്മൾ ഈ കോഡിലും നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ കോഡ് ഞാൻ ലിങ്കിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ട് കാറാണ്, അതായത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട്.